രാത്രി 12:30 അർജുനും നന്ദനയും ഇരുന്ന് സംസാരിക്കുന്നതാണ് സീൻ. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദനയുടെ ഐസ്ക്രീം ആരോ കട്ട് തിന്നു. അതാരാന്നറിയാതെ നന്ദനയും അർജുനും കൂടെ അടുക്കളയിൽ പോയിട്ട് നോക്കുമ്പോൾ അത് കാണുന്നില്ല. എന്നിട്ട് നന്ദന പോയിട്ട് അത് പവർ റൂമിൽ പോയിട്ട് പരാതി പറയുമ്പോൾ ശ്രീരേഖ പറയാണ്, ഞാനാണ് കഴിച്ചത് ഐസ്ക്രീം, ഞങ്ങൾ ഒളിച്ച് തിന്നത്, അത് ഞാനും ജിൻഡോയും ഹൻസിബയും ഋഷിയും കൂടെയാണ് തിന്നതെന്ന് പറയുന്നു. അപ്പോൾ നന്ദനയ്ക്ക് അങ്ങോട്ട് ഇളകി. എൻ്റെ ഐസ്ക്രീം എന്നോട് ചോദിക്കേണ്ട, എടുക്കുമ്പോൾ കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നന്ദന ഭയങ്കരമായിട്ട് സീനാക്കി. അത് കഴിഞ്ഞ് നന്ദന നേരെ പോയി അവരുടെ ഒരു ഐസ്ക്രീം ഒളിച്ച് കഴിച്ചു. അർജുനും ശ്രീതുവും നന്ദനയും കൂടിയിട്ടാണ് കഴിച്ചെന്നിട്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നിട്ട്, നമ്മളാ കഴിച്ചെന്ന് ആരും അറിയരുത്, ഇനിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പറയരുത് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. ഇതേ സമയത്ത് പവർ റൂമിൽ കിടന്ന ശ്രീരേഖ ഭയങ്കര കരച്ചിലാണ്. ആ കുട്ടി എന്നോട് ഇങ്ങനെ ചോദിച്ചെന്താ, ആ കുട്ടി എന്നോട് അങ്ങനെ സംസാരിച്ച് എനിക്ക് ഭയങ്കര ഫീലായി. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛനെയും മരിച്ചുപോയ എൻ്റെ അച്ഛനെയും ഗുരുവായൂരപ്പനെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഫീലായി. അപ്പോൾ ശ്രീരേഖ പറയണം, ആ കുട്ടി എന്തൊക്കെ മാറ്ററാണ് ഇതിലേക്ക് വലിച്ചഴിച്ചത്, ആ കുട്ടിയുടെ മരിച്ചുപോയ അച്ഛനെ കൊണ്ടുവന്നു, ഈശ്വരനെ കൊണ്ടുവന്നു, ഒരു ഭക്ഷണമല്ല അത്, അതിനെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചത്, ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ശ്രീരേഖ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. ശരണ്യ വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്, അത് കുഴപ്പമില്ല, അവൾ ചോദിച്ചത് അങ്ങനല്ല, കഴിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ചോദിച്ചുകൂടെ, ഇത് ആരുടെയാണ്, കഴിക്കുന്നതിന് പ്രശ്നമില്ല, ഒന്ന് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചത്, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ശ്രീരേഖ പറഞ്ഞു, ഞങ്ങൾ ചുമ്മാ ഒരു ഫണ്ണായിട്ട് എല്ലാവരും കൂടെ കട്ട് തിന്നുമല്ലേ, അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ഒരാളുടെ അടുത്ത്, പക്ഷെ ഒരു ഭക്ഷണത്തിന് ഇത്രമാത്രം വിഷയം ഉണ്ടാക്കേണ്ട എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫീലായിട്ട് കിടന്ന് കരയുന്നുണ്ട് ശ്രീരേഖ. ശരണ്യനെ കൊണ്ട് ആവുന്നത് പോലെയൊക്കെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഇനി കിടന്ന് കരയരുത്, ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ വലിയ കാര്യമായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യൊന്നും വേണ്ട, എല്ലാവരുടെയും ഗെയിമല്ല, അവരങ്ങനെയൊക്കെ സംസാരിക്കുക, ഒന്നും കുഴപ്പമില്ല, നീ അതൊന്നും മനസ്സിൽ വെക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പരമാവധി സമാധാനിപ്പിച്ചിട്ട്, ശരണ്യ ഇനി കിടന്ന് കരയരുത്, കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ എഴുന്നേക്കാനുള്ള അല്ലേ, സമയം ഇത്ര ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഒരുവിധം കൂളാക്കി വെച്ചിട്ട് ശരണ്യ എഴുന്നേറ്റ് പോവാണ്. ശ്രീരേഖ പിന്നെയും കിടന്നങ്ങ് ഉറങ്ങണം. അപ്പം ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രീരേഖ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്.